ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നമ്മൾ എന്നും ഒരു ഈസി കറിയല്ലേ ഉണ്ടാക്കുന്നത്, ഇന്നും അത് തന്നെ. കാരണം ഞാൻ കുക്കിംഗ് തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം കുറുക്ക് വഴികളാണല്ലോ നോക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഈസി. അപ്പം ഞാൻ പറയണ്ടല്ലോ, തലേന്ന് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് പിന്നെ ഈ കാണിച്ച പച്ചക്കറികളെല്ലാം അതിലോട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങ ചിരണ്ടിയതും ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും കുക്കറിലുള്ളതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലിരിക്കുന്ന പച്ചക്കറിയിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കടുക് താളിക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കറി ഇതിലോട്ടെടുത്ത് ഒഴിക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി അവിടെ റെഡി. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാം നമുക്കൊരു ഈസി പണിയാണ് എന്നും പറഞ്ഞ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളി ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, ഓവർ എരിവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിന്ന് ദോശയും ഗ്രീൻ പീസ് കറിയുമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.